ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാല ഫിഷ് ഫ്രൈ ആണ്. നല്ല ക്രിസ്പിയും രുചികരവുമായ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിൽ 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 5 വറ്റൽമുളക് എന്നിവ എടുക്കുക. കുറഞ്ഞ തീയിൽ 1 മിനിറ്റ് നേരം ഡ്രൈ റോസ്റ്റ് ചെയ്യുക. 1 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. 10 മിനിറ്റ് നേരം ചൂട് വിട്ടുപോകുവാൻ അങ്ങനെ തന്നെ വയ്ക്കുക. ചൂട് മാറിയതിന് ശേഷം ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റുക. വെള്ളം ചേർക്കാതെ നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, 6 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1/4 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരപ്പ് ഒരു ബൗളിലേക്ക് മാറ്റുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി 500 ഗ്രാം വൃത്തിയാക്കിയ മീൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർക്കുക. ഈ മസാല ഫിഷ് ഫ്രൈ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് ഏത് മീനും ഉപയോഗിക്കാം. മസാല നന്നായി കോട്ട് ചെയ്ത് പിടിപ്പിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുള്ളൂ. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 2 മണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത മീൻ നമുക്ക് വറുത്തെടുക്കാം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്യാനായി മാരിനേറ്റ് ചെയ്ത മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം തീയിൽ ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മീൻ ഫ്രൈ ചെയ്യുക. ഏകദേശം 4 മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം ഫ്രൈ ചെയ്ത് കിട്ടും. 4 മിനിറ്റിന് ശേഷം മറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്പൈസി മസാല ഫിഷ് ഫ്രൈ റെഡി. ഇതുപോലെ മസാല ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് ഏത് മീനും ഉപയോഗിക്കാം. നല്ല ക്രിസ്പിയും രുചികരവുമായ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.